ജൂലൈ 29 വിശുദ്ധ മർത്തായുടെ തിരുനാൾ. വിശുദ്ധ മർത്ത ലാസറിൻ്റെയും മറിയത്തിൻ്റെയും സഹോദരിയായിരുന്നു. ജെറുസലേമിന് സമീപമുള്ള ബെഥാനിയ എന്ന ഗ്രാമത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത്. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. ഈശോ പലപ്പോഴും ഇവരുടെ ഭവനം സന്ദർശിക്കുകയും അവിടെ തങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഈശോ ഇവരുടെ ഭവനം സന്ദർശിച്ചപ്പോൾ മർത്ത അവിടുത്തെ സ്വീകരിക്കുവാനും ശുശ്രൂഷകൾ ചെയ്യാനും ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ സഹോദരിയായ മറിയമാവട്ടെ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. താൻ തനിച്ചു ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് വിശുദ്ധ മർത്ത പരാതിപ്പെട്ടപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. ലൂക്ക 10:41-42 തിരുവചനങ്ങൾ. ഇതിലൂടെ പ്രവർത്തനവും പ്രാർത്ഥനയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഈശോ പഠിപ്പിച്ചത്. അതിഥികളെ സ്നേഹത്തോടെ സൽക്കരിക്കുന്നതിലും പരിചരിക്കുന്നതിലുമുള്ള മർത്തായുടെ സമർപ്പണം ഇവിടെ വ്യക്തമാണ്. സഹോദരനായ ലാസർ മരിച്ചപ്പോൾ മർത്ത പ്രകടിപ്പിച്ച വിശ്വാസം വളരെ വലുതാണ്. ഈശോ വന്നപ്പോൾ വിശുദ്ധ മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യോഹന്നാൻ 11:21-22 തിരുവചനങ്ങൾ. ഈശോ താൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും എന്ന് വെളിപ്പെടുത്തിയപ്പോൾ മർത്ത തൻ്റെ ഉറച്ച വിശ്വാസം പ്രഖ്യാപിച്ചു. അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ 11:27 തിരുവചനം. ഈ ഉറച്ച വിശ്വാസത്തിൻ്റെ ഫലമായി ഈശോ ലാസറിനെ ഉയർപ്പിച്ചു. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ക്രൈസ്തവ പീഡനം രൂക്ഷമായപ്പോൾ മർത്ത, മറിയം, ലാസർ എന്നിവരെ നാവികരോ തുഴയോ ഇല്ലാത്ത ഒരു കപ്പലിലിരുത്തി പുറം കടലിലേക്ക് ഒഴുക്കിവിട്ടു. എന്നാൽ ദൈവപരിപാലനയാൽ അവരെല്ലാവരും ഫ്രാൻസിൻ്റെ തെക്കൻ തീരത്ത് ഇപ്പോഴത്തെ മാർസെയില്ലസിൽ സുരക്ഷിതരായി എത്തിച്ചേർന്നു. അവിടെ അവർ സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മർത്ത തൻ്റെ ജീവിത വിശുദ്ധിയും കാരുണ്യവും വഴി അവിടെയുള്ള ജനങ്ങളുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും പാത്രമായി ജീവിച്ചു. അവൾ നല്ലവരായിരുന്ന ചില സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് ജനങ്ങളിൽ നിന്നും അകന്ന് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി താമസം ആരംഭിച്ചു. അവളുടെ കാരുണ്യവും അലിവും അനേകർക്ക് സമ്മാനിച്ചുകൊണ്ട് നീണ്ട കാലത്തോളം അവൾ അവിടെ ജീവിച്ചു. ഫ്രാൻസിലെ തരാസ്കോൺ എന്ന സ്ഥലത്ത് ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ഒരു ഭീകരവ്യാളിയെ വിശുദ്ധ മർത്ത കുരിശടയാളം വരച്ച് വിശുദ്ധ ജലം തളിച്ച് ശാന്തനാക്കി കീഴ്പ്പെടുത്തി എന്നതാണ് പാരമ്പര്യം. പാരമ്പര്യമനുസരിച്ച് AD 84 തൻ്റെ 74-ാം വയസ്സിൽ ഫ്രാൻസിലെ തരാസ്കോൺ എന്ന സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധ മർത്ത മരിച്ചത്. അതിഥി സൽക്കാരം നടത്തുന്നവർ, പാചകക്കാർ, വീട്ടമ്മമാർ, ശുശ്രൂഷകർ, ഹോട്ടൽ തൊഴിലാളികൾ എന്നിവരുടെ സംരക്ഷകയും മാധ്യസ്ഥയുമാണ് വിശുദ്ധ മർത്ത. നമുക്കും വിശുദ്ധ മർത്തായുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുവാനും അവിടുത്തെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനും ഭാഗ്യം ലഭിച്ച വിശുദ്ധ മർത്തായെ, ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ ഞങ്ങൾക്ക് വരം വാങ്ങിത്തരേണമേ. ഏവർക്കും വിശുദ്ധയായ മർത്തായുടെ തിരുനാൾ ദിന ആശംസകൾ.